ആപത്തൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരുന്നു. അവൾക്കെന്താ? അവക്കെന്ത് പോവാൻ? അവക്കിതൊന്നും പുത്തരിയല്ലല്ലോ. മുന്നേ തന്നെ ഒരു കൊച്ചു ചത്തുപോയി ശീലിച്ചവളല്ലേ അവൾ. അപ്പൊ അത്ര ശ്രദ്ധയൊക്കെ അവൾക്കുണ്ടാവും. ഇതിനൊക്കെ ഇവനെ പറഞ്ഞാ മതിയല്ലോ. ആകെയുള്ളൊരു കുഞ്ഞാണ്. അനാഥ കുഞ്ഞിനെ പോലെ കണ്ടോളുമാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ എടുത്തോണ്ട് വന്നിരിക്കുന്നു. നിനക്കിനി എന്ത് പറ്റാനാ? മരിച്ചു പോയടത്തുനിന്ന് തിരിച്ചു വന്നതാ. ഇനി ഒന്നും പറ്റാനില്ല. ഏതായാലും സുമതി ഒരു പാവമായതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിലേ നിന്റെ പേര് കേസ് കൊടുത്തേനെ. എല്ലാവരും നിങ്ങളെപ്പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ലമ്മേ. ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുകയാണോ? മോക്ക് വിശക്കുന്നില്ലേ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാന്ന് അച്ഛമ്മ പറഞ്ഞു. നമുക്ക് എന്തേലും കഴിച്ചാലോ? എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തേലും കഴിക്കണ്ടേ? അല്ല അസുഖം വന്നാലോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചോളാം. കുറച്ച് കഴിച്ചു നോക്കിക്കേ. ദേ ഓംലെറ്റ് ഒക്കെ ഉണ്ട്, കഴിക്കേ. കഴിക്കുമോളെ. ഇത്ര അഹന്ത പാടില്ല പിള്ളേർക്ക്. കഴിക്കടി അങ്ങോട്ട്. കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കടി. കഴിക്കാനല്ലേ പറഞ്ഞത്? എന്നിട്ട് കഴിച്ചാ കഴിക്കാൻ. കഴിക്കടി. മോളെ, നീ എന്താ ഈ കാണിക്കുന്നെ? ഇതൊരു ചെറിയ കുട്ടിയല്ലേ? കുട്ടി? ഇതിനെ കുട്ടിയെന്നല്ല, കുട്ടി തേവാങ്കെന്ന് വിളിക്കണം. എന്തു പറഞ്ഞാലും അനുസരിക്കത്തില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ചേച്ചി എങ്ങനെ കേട്ടോണ്ട് വരും. എനിക്കാരെയും പേടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയും. ഇത്രയ്ക്കങ്ങ് ആളാവേണ്ട ഒരു കാര്യമില്ല. നാളെ മീറ്റിങ്ങിന് നിങ്ങൾ പോകണ്ട. അച്ഛനും അമ്മയും ചെല്ലണോന്ന് പറഞ്ഞല്ലേ? പോയില്ലെങ്കിൽ അവന് വിഷമം. അവന്റെ വിഷമം മാറ്റാൻ അവന്റെ അമ്മ പോകുന്നുണ്ടല്ലോ, അത് മതി. അതെ, ഞാൻ തീരുമാനിച്ചോളാം. താൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കണ്ട. ഞാൻ ചിന്തിക്കും. ഇന്നേ വരെ ഒരു അക്ഷരം മിണ്ടാതെ പറയുന്നതൊക്കെ അനുസരിച്ച് നടന്നതാ ചെക്കൻ. ഇപ്പൊ അവന്റെ നാവ് കണ്ടില്ലേ? അവന്റെ കാര്യം വസ്തുത നോക്കിക്കോളും. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അല്ലെങ്കിലും ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. അതൊരു ചെറിയ കുഞ്ഞല്ലേ, അതിനോടാണോ നിന്റെ മത്സരം? ഈ മരണക്കളിയുടെ തേരോട്ടത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? നിന്റെ ജന്മം ഒരു നികൃഷ്ട ജന്മമാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ ഇന്ന് വാസു ജീവനോടെ ഉണ്ടായാനെ. സഹായത്തിനെത്തിയ വാസുവിന്റെ മരണം ഓർമ്മിപ്പിക്കുന്നതെന്ത്? മരണം പതിയിരിക്കുന്ന ചതിക്കുഴികളും സ്നേഹം കരുതിവച്ച കുറേയേറെ മനുഷ്യരുടെ നേർക്കാഴ്ചയുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.